പാലക്കാട് പോത്തുണ്ടി മാട്ടായിൽ നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയ്ക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ് പോലീസ്. എന്നാൽ നാട്ടുകാർ പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നുണ്ട്. നെന്മാറ പോലീസ് സ്റ്റേഷന് 5 കിലോമീറ്റർ പരിധിക്കുള്ളിലാണ് മാട്ടായി എന്ന സ്ഥലം. അതേസമയം സംഭവത്തിലെ പോലീസ് വീഴ്ചയിൽ നടപടിയുണ്ടായി. നെന്മാറ SHO മഹേന്ദ്ര സിൻഹനെ സസ്പെൻഡ് ചെയ്തു. ഉത്തരമേഖല IG ആണ് മഹേന്ദ്ര സിൻഹനെ സസ്പെൻഡ് ചെയ്തത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഏകദേശം 35 മണിക്കൂർ പിന്നിടുകയാണ് ഈ കൊലയാളിയായിട്ടുള്ള ചെന്താമരയെ പിടികൂടാൻ. ചെന്താമര പാലക്കാട് മാട്ടായിലുള്ള ഈ വനപ്രദേശത്ത് ഒളിവിൽ കഴിയുന്നു എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണല്ലോ രാത്രിയിലും വൈകി പരിശോധന നടന്നത്. നാട്ടുകാരും കൂടിയിരുന്നു. ഇപ്പോൾ പോലീസിൻ്റെ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ. പോലീസ് ഇപ്പോൾ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ടുള്ള നമുക്ക് വിവരം. പോലീസ് ഈ മാട്ടായി ഭാഗത്ത് ചെന്താമരയെ കണ്ടു എന്ന തരത്തിലൊക്കെ അഭ്യൂഹങ്ങൾ പരന്നതോടുകൂടെ ഈ പ്രദേശത്തേക്ക് എത്തുകയും തുടർന്ന് ഇവിടെ വ്യാപകമായുള്ള തെരച്ചിൽ നടത്തുകയുണ്ടായി. പോലീസ് മാത്രമല്ല നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിലായിരുന്നു തെരച്ചിൽ നടത്തിയത്. പക്ഷെ ആ തെരച്ചിലിൽ ഈ ചെന്താമരയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നേരത്തെ നമുക്ക് പ്രതികരിച്ച ആ ഒരു സുരേഷ്, അദ്ദേഹം ഉൾപ്പെടെ പറയുന്നത് പോലീസ് ഈ പന്നിപ്പാമ്പിന്റെ ഭാഗത്ത് ചില സംശയങ്ങളെ തുടർന്നാണ് എത്തിയത്. അങ്ങനെ സംശയങ്ങളെ തുടർന്നെത്തി അവിടെ പരിശോധന നടത്തിയെങ്കിലും യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ പരിശോധനകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ പോലീസ് പരിശോധന വിവിധ ഇടങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ നിരവധി ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് പോലീസ് നടത്തിയത്. ആദ്യം ഒരു വനപ്രദേശത്ത് ഉണ്ടെന്നും രാവിലെ 7 മണിയോടുകൂടെ വിവരം ലഭിച്ചു. അവിടെ ആദ്യ പരിശോധന നടത്തി. അതിനുശേഷം ചില ജലാശയങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യത പറയുന്നുണ്ടായിരുന്നു. തുടർന്ന് അവിടെ പരിശോധന നടത്തി. പിന്നീട് വയലിൽ പരിശോധന നടത്തി. അങ്ങനെ പോലീസ് വിവിധങ്ങളിൽ പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെ പ്രതിയെക്കുറിച്ച് ഒരു തുമ്പും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് എന്ന് തന്നെ വേണം പറയാൻ. അതേസമയം തന്നെ ഓരോ ഇടത്തു നിന്നും ഇൻഫർമേഷൻ ലഭിക്കുന്ന മുറയ്ക്ക് അവിടെയൊക്കെ പരിശോധനകൾ നടത്തുന്നുണ്ട്. പക്ഷെ അങ്ങനെ പരിശോധന നടത്തുന്നതല്ലാതെ ഒരു ലീഡ് ഇതുവരെ പോലീസ് സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്.